നേരം വിളിക്കുമ്പോഴേ നീയൊക്കെ വന്ന് ഹിന്ദു ഉണരണം, ഹിന്ദുവിൻ്റെ കൂടെ എന്നെ ചേർക്കരുത് എന്നൊക്കെ വന്ന് എഴുതി കരഞ്ഞു വെക്കുന്ന നിന്നോടൊക്കെ പറയുന്നത് ഞാൻ, നിനക്കൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് എണീക്കണം. കണ്ണ് കീറുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാതെ മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഇപ്പോഴാണെങ്കിൽ നല്ല പരുവാണ്, നല്ല ഉണക്കൊക്കെ ഉണ്ട്. ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കാട്ടിനകത്ത് ഇത്തിരി ആ റോഡ് സൈഡിലൊക്കെ തെരുവോരങ്ങളിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ആവണക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു ചെടിയുണ്ട്, ഇത്തിരി വലിപ്പം തോന്നും. അതൊരു കായാണ്, ആവണക്കിൻ്റെ അത് കുഞ്ഞു അരിയ അതിൻ്റെ. അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്നുകിൽ അത് എണ്ണയാക്കിയോ അല്ലെങ്കിൽ അതിൽ 2 അരി വെളുത്ത നിറ തോടിളക്കി കഴിയണം. അത് ഒന്നുകിൽ ഇടിച്ചോ പിഴിഞ്ഞോ അതിൻ്റെ നീരിത്തിരി കുടിക്കും. അല്ലെങ്കിൽ ഷോപ്പിൽ പോയാൽ അത് വാങ്ങിക്കാൻ കിട്ടും എണ്ണ പോലെ. അത് കുടിച്ചിട്ട് നിൻ്റെയൊക്കെ വയറൊന്ന് ഇളക്കണം, 2ൻ്റെയും വയറിളക്കണം. എന്നിട്ട് തൂറാൻ വിട്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് ക്ലോസറ്റിലോട്ട് ചെന്ന് ഇരിക്കണം. യൂറോപ്പിനാണെങ്കിൽ അത് ആ രീതി ഇരിക്കണം. ഈ അയ്യത്തോ മറ്റോ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കണം. ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ പോയെന്നിരിക്കണം. വെള്ളമൊക്കെ നേരത്തെ ശേഖരിച്ച് വെക്കണം. എന്നിട്ട് ആ കുടലിലെ ദുഷിച്ച അഴുക്ക് മൊത്തം അങ്ങോട്ട് പോകണം. അപ്പോൾ പോകുന്ന സമയത്ത് ഹിന്ദു ഏതാ, ക്രിസ്ത്യാനി ഏതാ, ഹിന്ദുമതം ഏതാ, ക്രിസ്ത്യൻ മതം ഏതാ, മതവും ജാതിയും ഒന്നും നീന്നും അവിടെ നോക്കത്തില്ല. വയറിളകി പോവുക മൊത്തം കേട്ടോ. ഇത്തിരി ശമനം കിട്ടും.